എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന YPS ബാലറ്റ് അധികം താമസിക്കാതെ ഓപ്പൺ ആകാൻ പോവാണ്. അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. എല്ലാവരും കാണുക. ഹലോ, ഹായ്, വെൽക്കം ടു കുട്ടി സ്റ്റോറീസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു UK അപ്ഡേറ്റ് ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കുന്നത്. എന്താണ് YPS വിസ എന്നുള്ളതും, എങ്ങനെ അപ്ലൈ ചെയ്യാം, ആരൊക്കെയാണ് എലിജിബിൾ, അതുപോലെ ഇത് സെലക്റ്റഡ് ആയി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാം, അതൊക്കെയാണ് ബ്രീഫ് എക്സ്പ്ലനേഷൻ ആണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഫുൾ വീഡിയോ കാണാൻ ശ്രമിക്കുക. എന്താണ് YPS വിസ? YPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യങ് പ്രൊഫഷണൽ സ്കീം വിസയാണ്. ഇത് UK ഗവൺമെൻറ്റും ഇന്ത്യ ഗവൺമെൻറ്റും തമ്മിൽ ഉള്ള ടൈസ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് UK ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു വിസയാണ്, ഈ സ്കീമാണ്. ഈ സ്കീമിൽ അവർ ഒരു 3000 വിസാസ് ആണ് പ്രൊവൈഡ് ചെയ്യുക. അത് രണ്ട് പാർട്ടായിട്ടായിരിക്കും അവർ തരുന്നത്. ഫസ്റ്റ് പോർഷൻ അതിനകത്ത് ഓൾമോസ്റ്റ് ഒരു 2400ഓളം വിസ ഫസ്റ്റ് ഓപ്പൺ ആവുന്ന ബാലറ്റിൽ കൂടെ അവർ തരും, എന്ന് വെച്ചാൽ ഫെബ്രുവരിയിലായിരിക്കും അത്. സെക്കൻഡ് പാർട്ട് അവർ ജൂലൈയിൽ ഓപ്പൺ ചെയ്യുന്ന ബാലറ്റിലായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്, എന്ന് വെച്ചാൽ ബാക്കി ഉണ്ടായിരുന്ന 600 വിസ അപ്പോൾ അവർ പ്രൊവൈഡ് ചെയ്യും. സോ അതിൻ്റെ ഫസ്റ്റ് പോർഷൻ എന്ന് വെച്ചാൽ ഫെബ്രുവരിയിൽ അപ്ലൈ ചെയ്യാനുള്ളത് ഇപ്പോഴാണ് അതിൻ്റെ ടൈം ലൈൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഈ വിസയിൽ വരുന്നവർക്ക് 2 വർഷം വരെ ഇവിടെ വർക്ക് ചെയ്യാനും താമസിക്കാനുമുള്ള റൈറ്റ് ഉണ്ടായിരിക്കും. ഇതിന് വേണ്ട എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഞാൻ പറയാം. എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യുക. കാരണം ഇത് ലൈക്ക് ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ ഇത് ഫ്രീ ആണ്, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എൻട്രി ചെയ്യാൻ പറ്റും വിത്തൗട്ട് എനി ഫീസ്. ഓക്കെ, എന്ന് വെച്ചാൽ എല്ലാവരും എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കാതെ എൻട്രി ചെയ്യരുത്. കാരണം നിങ്ങളുടെ വെറുതെ വേസ്റ്റ് ഓഫ് എനർജി ടൈം ഒക്കെയാണ്. അതുപോലെ തന്നെ അപ്പം ബാക്കിയുള്ളവരുടെ അപ്ലൈ ലൈക്ക് റിയൽ ആയിട്ട് എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ അത്രയും ചാൻസും കൂടെ അത് പോവുമായിരിക്കും. അതുകൊണ്ട് എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കി മാത്രം അപ്ലൈ ചെയ്യുക. ഞാനിപ്പം പറയാം എന്തൊക്കെയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്നുള്ളത്. ഫസ്റ്റ് വൺ, നാഷണാലിറ്റി ഇന്ത്യൻ ആയിരിക്കണം, ഫസ്റ്റ് തിങ്. രണ്ടാമത്തേത് നിങ്ങളുടെ വയസ്സ് 18 to 30 നുള്ളിലായിരിക്കണം. മൂന്നാമത്തത് നിങ്ങൾക്കൊരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഓർ അബവ് വേണം. പിന്നെ അടുത്തതായിട്ട് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഉണ്ടാവാൻ പാടില്ല ഹു ഈസ് ഫിനാൻഷ്യലി ഡിപ്പെൻഡൻറ്റ് ഓൺ യു. അതുപോലെ നിങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കാണിക്കേണ്ടി വരും. എന്ന് വെച്ചാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു 2530 പൗണ്ട് ഉണ്ടായിരിക്കുന്നതാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നാട്ടിലെ ഓൾമോസ്റ്റ് ഈക്വലൻ ടു ഒരു 3 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം ടു ഷോ ദാറ്റ് നിങ്ങൾ UK വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകത്തില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. സോ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. സോ അത് നോക്കി അപ്ലൈ ചെയ്യാം. സോ ഫണ്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിസ നിങ്ങൾ എന്ന് അപ്ലൈ ചെയ്യുന്നോ അതിൻ്റെ ബാക്കിലോട്ട് 28 ഡേയ്സ് ഇൻ എ റോ നിങ്ങളുടെ അക്കൗണ്ടിൽ ഈ അമൗണ്ട് കാണിച്ചാൽ മതി. പക്ഷേ ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ നേരത്തെ ഈ അമൗണ്ട് ഉണ്ട്, ഓൾറെഡി റെഡി ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അത് നിങ്ങളുടെ അക്കൗണ്ടിൽ ഇട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ വിസ ആപ്ലിക്കേഷൻ്റെ ടൈം ലൈൻ ആണ് കേട്ടോ. വെറും 48 hours ഉള്ളൂ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ വളരെ ശ്രദ്ധിക്കുക, ഈ 2 ദിവസത്തിനുള്ളിൽ തന്നെ ബാലറ്റിലോട്ട് എൻറ്റർ ചെയ്യുക. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 18th ഫെബ്രുവരി at 2:30 IST ആണ്. ഇത് എൻഡ് ചെയ്യുന്നത് 20th ഫെബ്രുവരി at 2:30 IST. ഇത് എവിടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ അത് നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് വളരെ സിമ്പിളായിട്ടുള്ള പ്രൂഫ് മതി. ഇത് അപ്ലൈ എന്ന് വെച്ചാൽ ബാലറ്റിലോട്ട് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ്, പാസ്പോർട്ടിൻ്റെ ഒരു സ്കാൻഡ് കോപ്പി, പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ ആൻഡ് ഇമെയിൽ അഡ്രസ്സ്, ഇത്രയും കാര്യം മാത്രം മതി നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാൻ ബാലറ്റിലോട്ട് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട്. ബാലറ്റിലോട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 വീക്കിനുള്ളിൽ അവർ റാൻഡംലി അതിനകത്ത് നിന്ന് കൈൻഡ് ഓഫ് ലോട്ടറി പോലെ അതിനകത്ത് നിന്ന് ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് 2 വീക്സിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ പറ്റും. അത് നിങ്ങളുടെ ഇമെയിലിലോട്ട് ഒരു ലിങ്ക് ആയിരിക്കും അവർ അയക്കുന്നത്, ദാറ്റ് യു ആർ സെലക്റ്റഡ് എന്ന് പറഞ്ഞിട്ട്. അവിടുന്ന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലൈ ചെയ്യാനുള്ള കാലാവധി എന്ന് പറയുന്നത് 90 ഡേയ്സ് ആണ്. അതിനുള്ളിൽ അപ്ലൈ ചെയ്താൽ മതി. സോ വൺസ് ബാലറ്റ് സെലക്ഷൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു
വിസ ഫീസായിട്ട് നിങ്ങൾക്കൊരു £298 ആയിരിക്കും പേ ചെയ്യേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് അറൗണ്ട് 30,000 റുപ്പീസ് പ്ലസ് ഒരു ഹെൽത്ത് സർചാർജ് എന്ന് പറഞ്ഞൊരു amount കൂടെ പേ ചെയ്യേണ്ടി വരും. അതൊരു 1,500 സംതിങ് പൗണ്ട് ആയിരിക്കും വരുന്നത്. അത് പിന്നെ നമ്മുടെ നാട്ടിലോട്ട് അമൗണ്ടിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു 1,60,000 രൂപയും കൂടെ ആണ് ഇതിന് ആകെപ്പാടെ വരുന്ന നിങ്ങളുടെ വിസ ഫീസ്. എല്ലാവരും റെഡി ആയിട്ടിരുന്നോളൂ. ഇതൊക്കെയാണ് ബാലറ്റിലോട്ട് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ്. 18th ഫെബ്രുവരി മറക്കണ്ട, 2:30 IST. ഇതിന് ശേഷം നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയതിന് ശേഷം അപ്ലൈ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഏജൻസിയുടെയോ അല്ലെങ്കിൽ വേറെ ഒരു തേർഡ് പേഴ്സൻ്റെ ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ല. അതിനകത്ത് അവർ പറയുന്ന സ്റ്റെപ്സ് ഒക്കെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് നോക്കി ജസ്റ്റ് ഫോളോ ചെയ്താൽ മതി. അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ വൺസ് ഇതിൻ്റെ ബാലറ്റ് സെലക്ഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇത് ആവശ്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.